പ്രിയപ്പെട്ടവരെ, മുസ്ലിം ലീഗിനെയും ജമാഅത്ത് ഇസ്ലാമിയൊക്കെ ഭയന്നിട്ട് പല നിലപാടുകളും സ്വീകരിക്കാൻ സാധിക്കാത്ത ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് വി.ഡി. സർക്കാർ അല്ലെങ്കിൽ UDF മുമ്പോട്ട് പോകുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വന്ദേമാതരം. സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് വന്ദേമാതരം ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദത്തെ നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്. വന്ദേമാതരം ആലപിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് അടുത്തിടെ ഇറങ്ങുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ ആ ഉത്തരവ്, അങ്ങനെയുള്ളൊരു ഉത്തരവ് ലോക് ഭവന്റെ ഭാഗത്ത് നിന്ന് നിർദ്ദേശം നൽകിയിട്ടില്ല എന്നാണ് വിശദീകരണം വരുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ചീഫ് സെക്രട്ടറി അത്തരത്തിലുള്ളൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്ന് പറഞ്ഞിട്ടുള്ള ആശങ്ക നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുകയാണ്. ആഗസ്റ്റ് 15 ദേശീയ ഗാനമായിട്ടുള്ള, അതായത് വന്ദേമാതരം ദേശീയ ആന്തത്തിനൊപ്പം തന്നെ പാടണം എന്നുള്ള പറയുന്ന ഒരു ഉത്തരവാണ് ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം, വന്ദേമാതരം വിഷയം അടുത്തിടെയായി ഒരുപാട് ചർച്ച ചെയ്യപ്പെടുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പ്രോട്ടോകോള് 2026 ഫെബ്രുവരിയിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആ പ്രോട്ടോകോളിൽ നിർദ്ദേശിച്ച കാര്യം, ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ നിർബന്ധമായിട്ടും വന്ദേ മാതരം, അതായത് നാഷണൽ ആന്തത്തിന് മുന്നോടിയായിട്ട് വന്ദേമാതരം ദേശീയ ഗാനം ആലപിക്കണം എന്നുള്ളതായിരുന്നു. വി.ഡി. സർക്കാർ അവരുടെ സത്യപ്രതിജ്ഞാ വേദിയിൽ ഇത്തരത്തിൽ വന്ദേ മാതരം ദേശീയ ഗാനം മുഴുവനായിട്ട് ആലപിച്ചതിനെ തുടർന്ന് കുറേയധികം വിമർശനങ്ങൾ അവർ നേരിട്ടിട്ടു. പ്രധാനമായിട്ടും വിമർശനവുമായിട്ട് വന്നത് SDP-യെയും അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പോലുള്ള അല്ലെങ്കിൽ മുസ്ലിം ലീഗ് അനുഭാവികളായിട്ടുള്ള പല ആളുകളുമായിരുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഹിന്ദു ദേവതകളെ കുറിച്ചുള്ള വാക്കുകൾ ഉൾപ്പെടുന്ന, ഉദാഹരണത്തിന് ദുർഗ, ലക്ഷ്മി, സരസ്വതി തുടങ്ങിയ ദേവതകളെ ആരാധിക്കുന്ന ചില വരികൾ വന്ദേമാതരത്തിൽ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിവാദം യഥാർത്ഥത്തിൽ തുടങ്ങുന്നത്. കാരണം നമുക്കറിയാം, ഇസ്ലാം മതം എന്ന് പറയുന്നത് ഏകദൈവത്തിൽ മാത്രം വിശ്വസിക്കുന്ന, മറ്റ് ദൈവങ്ങളെ ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു മതമാണ് ഇസ്ലാം മതം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിരവധിയായിട്ടുള്ള ഇസ്ലാം വിശ്വാസികൾക്ക്, മുസ്ലിം സഹോദരങ്ങൾക്ക് ഇത്തരത്തിൽ ബഹുദൈവ ആരാധനയെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല എന്ന് പറയുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള സംഗതിയാണ്, അല്ലെങ്കിൽ ഒരു പ്രശ്നമാണ് അവർ ഉന്നയിച്ചിട്ടുള്ളത്. ഈ വന്ദേമാതരം നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രധാന അടയാളമായിട്ടാണ് കുറേ കാലം നിലകൊണ്ടിരുന്നത്. കുറേയധികം ആളുകൾക്ക്, നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് വന്ദേമാതരം പാടിയതിൻ്റെ പേരിൽ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ ഈ വന്ദേമാതരം ബാൻ ചെയ്യുന്ന സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്, ബംഗാളി പോയറ്റാണ് ഈ ഗാനം രൂപപ്പെടുത്തുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ നോവലായിട്ടുള്ള ആനന്ദ് മഠ്, സന്യാസികൾ നയിക്കുന്ന ഒരു റബല്യൻ വിപ്ലവമായിരുന്നു ആനന്ദ് മഠിൻ്റെ പ്രധാന തീം എന്ന് പറയുന്നത്, ആശയം എന്ന് പറയുന്നത്. അതിൽ ഈ വന്ദേമാതരം എന്ന് പറയുന്നത് ഉൾപ്പെട്ടിട്ടുണ്ട്. ഒരു ത്യജിക്കലിൻ്റെ അല്ലെങ്കിൽ സമർപ്പണത്തിൻ്റെയൊക്കെ ഒരു വലിയ സങ്കല്പം എന്ന നിലയിലാണ് ഈ വന്ദേമാതരത്തെ പലരും മനസ്സിലാക്കിയിരുന്നത്. അങ്ങനെയാണ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് മുസ്ലിങ്ങളടക്കമുള്ള പല നേതാക്കൾക്കും അന്ന് ആ കാലഘട്ടത്തിൽ ഇത് പാടുന്നതിന് യാതൊരു തരത്തിലുള്ള പ്രയാസവും ഉണ്ടാകാതിരുന്നത്. കാരണം രാജ്യത്തിന് വേണ്ടിയിട്ട്, രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുക എന്ന് പറയുന്ന സമർപ്പണത്തിൻ്റെ ഒരു വലിയ പാരമ്പര്യം, ഒരു വലിയ ആശയം ഈ വന്ദേമാതരത്തിൽ കുടികൊണ്ടിട്ടുണ്ട് എന്നതിൻ്റെ പുറത്തായിരുന്നു അത്. പക്ഷേ നിലവിലത്തെ സാഹചര്യം അത് അങ്ങനെയല്ല. ആളുകളൊക്കെ വളരെ വലിയ രീതിയിൽ സങ്കുചിതമായിട്ട് മതബോധം, മതമാണ് പ്രശ്നം എന്ന ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയിലൂടെ കടന്നു പോവുകയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വന്ദേമാതരത്തെ ഉൾക്കൊള്ളാനായിട്ട്, അത് മുഴുവനായിട്ട് പാടണമെന്ന് പറയുന്ന ഒരു സംഗതി മുമ്പോട്ട് വെക്കുമ്പം അവർക്ക് സ്വാഭാവികമായിട്ടും തിരസ്കരിക്കേണ്ടി വരും. കാരണം എന്തുകൊണ്ടാണ് പ്രധാനമായിട്ടും അവർക്ക് തിരസ്കരിക്കേണ്ടി വരുന്നത്? അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് മതമാണ് പ്രശ്നം എന്ന് പറയുന്ന ഒരു പ്രധാന പ്രശ്നം ഇവരെല്ലാം പിടികൂടിയിട്ടുണ്ട്. അതുകൊണ്ട് വന്ദേമാതരം മുഴുവനായിട്ട് പാടുന്നത് ഒരു പ്രധാന പ്രശ്നമായിട്ട് മുസ്ലിം ലീഗിന് മുമ്പോട്ട് വയ്ക്കാം. അതോടൊപ്പം തന്നെ മുഹമ്മദ് റിയാസിന്, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളുടെ മരുമോനായിട്ടുള്ള മുഹമ്മദ് റിയാസിന് മുമ്പോട്ട് വയ്ക്കാം. സ്വാഭാവികമായിട്ടും ജമാഅത്തെ ഇസ്ലാമിൻ്റെ അമീറായിട്ടുള്ള വലിയ നേതാവും ഇപ്പം ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് വന്ദേമാതരം വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് വിവാദം പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് നിലപാടായിരിക്കും UDF സർക്കാർ ആഗസ്റ്റ് 15 സ്വീകരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കണ്ടറിയാം. നമുക്കറിയാം, ബംഗാളിൽ സുവേന്ദു അധികാരി
ഭരണത്തിലേക്ക് വന്നതിന് പിന്നെ BJP ഭരണത്തിൽ വന്നതിന് പിന്നെ മദ്രസകളിൽ, അതായത് സർക്കാർ എയ്ഡഡ് മദ്രസകളിൽ വന്ദേ മാതരം പാടണം എന്ന്, ഈ മുഴുവനായിട്ട് പാടണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള സർക്കുലറുകൾ, നോട്ടീസൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അവർ നിർബന്ധമല്ല, മേ ബി, നിങ്ങൾക്ക് പാടണം, ഷാൽ ബി എന്നല്ല, മേ ബി എന്നാണ് ആ സർക്കുലറിൽ വളരെ കൃത്യമായിട്ട് ഉൾപ്പെട്ടിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിർബന്ധമല്ല, പാടേണ്ടവർ ഇതെന്തായാലും പാടണം, പാടേണ്ടാത്തവർക്ക് അവർക്ക് മാറി നിൽക്കാം, യാതൊരു തരത്തിലുള്ള ശിക്ഷാ നടപടികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റ് കാര്യങ്ങളോ ഒന്നും അവർക്ക് നേരിടേണ്ടി വരില്ല. പക്ഷെ അത് ആലപിക്കണം, മദ്രസകളിൽ അത് വച്ചിരിക്കണം എന്ന് പറയുന്ന ഒരു സംഗതി സർക്കുലർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ തുടർന്ന് നിരവധിയായിട്ടുള്ള ഹർജികളാണ് കൊൽക്കത്ത ഹൈക്കോടതിയുടെ മുമ്പാകെ എത്തിപ്പെട്ടത്. അപ്പോൾ അങ്ങനെ എത്തിപ്പെട്ടപ്പോൾ അവിടുത്തെ ഹൈക്കോടതി ജഡ്ജ് വളരെ കൃത്യമായിട്ടുള്ള ഒരു പരാമർശം, അല്ലെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ചോദ്യം ഈ ഹർജിക്കാരോടും വക്കീലിനോടുമൊക്കെ ചോദിക്കുകയുണ്ടായി. അദ്ദേഹം ചോദിച്ചത്, ഇത് പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ സഹോദരങ്ങളെ എന്നാണ് ആ കൊൽക്കത്ത ഹൈക്കോടതി ജഡ്ജ് ചോദിച്ചത്. അത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സംഗതിയാണ്. അതിനെ സാധൂകരിക്കുന്ന മറ്റ് ചില ഉദാഹരണങ്ങളും അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ രാജ്യത്ത് നിരവധിയായിട്ടുള്ള ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ സ്കൂളുകളുണ്ട്. ഈ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ സ്കൂളുകളിൽ കുറേയധികം അന്യമതസ്ഥരായിട്ടുള്ള, ക്രിസ്ത്യാനികളല്ലാത്ത, ക്രിസ്തുമത വിശ്വാസികളല്ലാത്ത കുറേയധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്രിസ്തുമത സ്കൂളുകളിലൊക്കെ ലോർഡിനെ സ്തുതിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്തീയ സ്വഭാവമുള്ള ആരാധന സമ്പ്രദായങ്ങൾ അല്ലെങ്കിൽ ഗാനങ്ങളൊക്കെ ആലപിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ ആലപിക്കുന്നത് കൊണ്ട്, ഹിന്ദു ആയിട്ടുള്ള ഒരാൾ ഇങ്ങനെ ആലപിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മുസൽമാനായിട്ടുള്ള ഒരാൾ മറ്റ് ദേവതകളെ സ്തുതിക്കുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ചെയ്യുന്നത് കൊണ്ട് അവർ ഹിന്ദുക്കളല്ലാതാകുന്നുണ്ടോ, മുസ്ലിങ്ങളല്ലാതാകുന്നുണ്ടോ എന്നാണ് കോടതി ചോദിച്ചത്. അതുകൊണ്ട് വന്ദേ മാതരം മുഴുവനായിട്ട് ആലപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇസ്ലാം മതവിശ്വാസി അല്ലാതാകുന്നുണ്ടോ, ക്രിസ്ത്യൻ മതവിശ്വാസി അല്ലാതാകുന്നുണ്ടോ? നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വലിയ പാരമ്പര്യത്തെ ഉൾക്കൊള്ളുന്ന ഒരു സംഗതിയാണ് വന്ദേ മാതരത്തിൻ്റെ വരികൾ എന്ന് പറയുന്നത്. 1886 രവീന്ദ്രനാഥ് ടാഗോർ കോൺഗ്രസിൻ്റെ സമ്മേളനങ്ങളിൽ ഇത് പാടിയിട്ടുണ്ട്. പിന്നീട് 3-4 പതിറ്റാണ്ടോളം കോൺഗ്രസ്സുകാർ പോലും, പല മുസ്ലിം നേതാക്കൾ പോലും, മുസ്ലിങ്ങൾ പോലും ഇത് ആലപിച്ചിട്ടുണ്ട്. അവർക്കിത് ആലപിക്കുന്നതിന് യാതൊരു തരത്തിലുമുള്ള സങ്കോചമോ പ്രശ്നമോ ഒന്ന് നിലവിലുണ്ടായിരുന്നില്ല. എപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നം, വന്ദേ മാതരം മുഴുവനായിട്ട് ആലപിച്ചു കഴിഞ്ഞാൽ എന്തോ ആകാശം ഇടിഞ്ഞു വീഴും എന്ന് പറയുന്ന പ്രശ്നം എങ്ങനെ, ഈ സങ്കുചിത ബോധം എങ്ങനെ ആളുകളുടെ ഉള്ളിൽ രൂപപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും ആദ്യം ഇതിനെതിരെ എതിർപ്പുമായി രംഗത്ത് വരുന്നത് മുസ്ലിം ലീഗാണ്, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗാണ്. അതായത് പാകിസ്ഥാൻ, മുഹമ്മദ് അലി ജിന്നയാണ് ആദ്യമായിട്ട് ഇതിനെതിരെ ഒരു പ്രസ്താവന മുമ്പോട്ട് വെക്കുന്നത്. അതിനുശേഷമാണ് സ്വാഭാവികമായിട്ടും ലീഗിനെയും മുസ്ലിങ്ങളെയും കൂടെ കൂട്ടാണ്ട് കോൺഗ്രസ്സിന്, UDF മുമ്പോട്ട് പോകാൻ പറ്റുമോ? പറ്റില്ല. അതിൻ്റെ സാഹചര്യത്തിൽ ഒരു അയഞ്ഞ നിലപാട്, ഭയപ്പെട്ടുകൊണ്ടുള്ള, മുട്ടുമടക്കിക്കൊണ്ടുള്ള, കീഴ്പ്പെട്ടുകൊണ്ടുള്ള നിലപാട് അന്നത്തെ കോൺഗ്രസ്സുകാർക്ക്, അന്നത്തെ രവീന്ദ്രനാഥ് ടാഗോറിനൊക്കെ അല്ലെങ്കിൽ മറ്റ് പല ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന പല നേതാക്കൾക്കും സ്വീകരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് പിന്നീട് വന്ദേ മാതരം 2 സ്റ്റാൻസ, ഇതിന് മൊത്തത്തിൽ 6 സ്റ്റാൻസയുണ്ട്, 2 സ്റ്റാൻസ മാത്രം പാടുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിട്ടുള്ളത്. പക്ഷേ നിലവിൽ നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന BJP കേന്ദ്ര സർക്കാർ അവർ പറയുന്നത് അവരാണ് ഏറ്റവും വലിയ രാജ്യസ്നേഹികളെന്നാണ്. ആ രാജ്യസ്നേഹികൾ പറയുന്നത് 6 വരി മുഴുവനായിട്ട് പാടണം. അത് അങ്ങനെ പാടിയിട്ടില്ലെങ്കിൽ ആ ഗീതത്തോട്, ആ ഗാനത്തോട് നമ്മൾ ചെയ്യുന്ന ഒരു വലിയ വഞ്ചനയാണ്, അല്ലെങ്കിൽ അതിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഒന്നുകിൽ നിങ്ങൾ പാടാതിരിക്കുക. ഇതാണ് കേന്ദ്ര സർക്കാർ വളരെ കൃത്യമായിട്ട് 2026 സർക്കുലറിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഒന്നുകിൽ നിങ്ങൾ വന്ദേ മാതരം പാടാതിരിക്കുക, അത് നിങ്ങൾ പാടുകയാണെങ്കിൽ മുഴുവനായിട്ട് പാടണം. മുഴുവനായിട്ട് പാടിയിട്ടില്ലെങ്കിൽ ആ ഗാനത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ അവഹേളനമാണ് എന്നുള്ളതാണ്. ദുർഗ, സരസ്വതി, ലക്ഷ്മി എന്നൊക്കെ പറയുന്നത് ഇന്ത്യയുടെ ഒരു വലിയ ചരിത്രപരമായിട്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ എത്രയോ നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന കുറേ ദേവതാ സങ്കല്പങ്ങളാണ് ഈ ദുർഗ, ലക്ഷ്മി, സരസ്വതി എന്നൊക്കെ പറയുന്നത്. അതിനെ ഒരു മതപരമായിട്ടുള്ള ഒരു വിഷയം മാത്രമായിട്ട്, ഒരു സംഗതി മാത്രമായിട്ട്
ചുരുക്കി കാണുന്നത് സ്വാഭാവികമായിട്ടും മതമാണ് പ്രശ്നം എന്ന ഒരു ആശയം ഉൾക്കൊള്ളുന്ന ആളുകളിൽ രൂപപ്പെടുന്ന ഒരു സംഗതിയാണ്. അതിനെ വിലമതിക്കണോ അതോ അതിനെ പുറങ്കാല് വെച്ച് ചവിട്ടി തൊഴിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് നട്ടലുള്ളൊരു സർക്കാരാണ്. അങ്ങനെ UDF സർക്കാരിന് തീരുമാനിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.